മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നടൻ അല്ലു അർജുന ഇടക്കാല ജാമ്യം. തെലങ്കാന ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ദിവ്യ ജോസഫ് കൂടുതൽ വിവരങ്ങൾ നൽകും. ദിവ്യ, എന്തൊക്കെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ? ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണല്ലോ. അനീഷ, ഏറെ നേരം നീണ്ടുനിന്ന സംഭവബഹുലമായ അന്തരീക്ഷത്തിന് ശേഷം ഇപ്പോൾ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. തെലങ്കാന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നരഹത്യ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള കുറ്റങ്ങളായിരുന്നു അല്ലു അർജുനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ഈ നരഹത്യ കുറ്റം നിലനിൽക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച കോടതി എങ്ങനെയാണ് ഒരു താരത്തിന് ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഇത് കണക്കാക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം, അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മറ്റെങ്ങും പോകാൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയന്ത്രണം അദ്ദേഹത്തിന് നൽകാൻ കഴിയില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ആ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി സുപ്രധാനമായ ഈ ഒരു തീരുമാനം, ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇടക്കാല ജാമ്യം അനുവദിച്ചതിനോടുകൂടി തന്നെ ഈ അല്ലു അർജുന് ജയിലിലേക്ക് പോകേണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നിറയെ വാദപ്രതിവാദങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും നീണ്ടുനിന്ന ഒരു മണിക്കൂറായിരുന്നു കടന്നുപോയത്. കോടതിയിലും സമാനമായ രീതിയിലുള്ള പ്രതിവാദങ്ങളായിരുന്നു അല്ലു അർജുൻ്റെ അഭിഭാഷകനും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും നടത്തിയിരുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ച കാര്യങ്ങൾ, അല്ലു അർജുൻ പോലീസിൻ്റെ നിർദ്ദേശമില്ലാതെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്, പോലീസിന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നും അല്ലു അർജുനെതിരെ പോലീസ് വാദിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളോ അല്ലെങ്കിൽ അല്ലു അർജുനൊപ്പമുള്ളവരോ ഈ തിയേറ്ററിലേക്ക് അല്ലു അർജുൻ എത്തുന്നവരും നേരത്തെ അറിയിച്ചിരുന്നില്ല, പോലീസിനെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതാണ് ഇത്തരത്തിലുള്ള അല്ലു മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമെന്ന്, കോടതിക്ക് മുന്നിൽ വെച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, താൻ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം തിയേറ്റർ അധികൃതരെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ തനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അല്ലു പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണോ കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നത്? മറ്റെന്തൊക്കെ വാദങ്ങളായിരുന്നു അല്ലു അർജുൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്? അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് വാദമുഖം ഉന്നയിച്ചത്. കാരണം അദ്ദേഹം പറയുന്നത്, അല്ലു അർജുൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് തിയേറ്ററിനുള്ളിൽ സിനിമ കാണിക്കായിരുന്നു. പുറത്ത് ഇത്തരത്തിലൊരു ദുരന്തം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു വിവരം അല്ലു അർജുന് അറിയുകയുണ്ടായിരുന്നില്ല. അദ്ദേഹം മനഃപൂർവ്വം യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. ഈ അപകടത്തിന് അല്ലു അർജുൻ ഒരു രീതിയിലും കാരണക്കാരനല്ല എന്ന ശക്തിയുക്തം വാദിക്കുകയായിരുന്നു അല്ലു അർജുൻ്റെ അഭിഭാഷകൻ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായ നരഹത്യ എന്ന കുറ്റത്തിന് അല്ലു അർജുൻ്റെ പേരിൽ അങ്ങനെ ഒരു കുറ്റം ചുമത്താനാകില്ല എന്ന് ശക്തിയുക്തം അഭിഭാഷകൻ വാദിച്ചു. അതേസമയം പബ്ലിക് പ്രോസിക്യൂട്ടർ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകൻ പറഞ്ഞത് അല്ലു അർജുനും ഈ ദുരന്തത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു ഉത്തരവാദിത്തം കൃത്യമായി ഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായി അങ്ങനെ ഒരു ഉത്തരവാദിത്തം അദ്ദേഹം കാരണമാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് എന്ന് കോടതിയിൽ സമർത്ഥിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാധിക്കാതെ വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെലങ്കാന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലൊരു ഇടക്കാല ജാമ്യം അല്ലു അർജുന് അനുവദിച്ചിരിക്കുന്നത്. ഇനി നിയമവിദഗ്ധരുമായി ചേർന്നുകൊണ്ട് തുടർ നടപടികൾ എങ്ങനെയാണ് എന്ന് അല്ലു അർജുന് തീരുമാനിക്കാം. നിലവിൽ അല്ലു അർജുൻ ഈ കുടുംബത്തിന്, അതായത് മരിച്ച രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ഈ മരണം നടന്നതിന് പിന്നാലെ നൽകിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, അല്ലു അർജുനെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ തയ്യാറാണ്. അല്ലു അർജുൻ അല്ല തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ ഭർത്താവും രംഗത്തെത്തി. നടൻ അല്ലു അർജുന ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.